ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കൈതക്കുഴി സെന്റ് തോമസ് മാർത്തോമ യുവന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ലെൻ ഡിവോഷന്റെ 12ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. നാം ഈ വേദഭാഗത്തിൽ കാണുന്നത് ആദിമ മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ വെച്ച് സാത്താന്റെ പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നതാണ്. നമുക്ക് ചുറ്റുമുള്ള ലോകം പലതരത്തിലുള്ള ചതിക്കുഴികളാലും പ്രലോഭനങ്ങളാലും നിറഞ്ഞതാണ്. അത് നമ്മെ ആകർഷിക്കുകയും തേൻ പോലെ മധുരമാക്കുന്നതായും തോന്നിപ്പിക്കുന്നതാണ്. എന്നാൽ അതിനുള്ളിലെ മരണ താഴ്വരകളെ നാം കാണാറില്ല. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും ഉപയോഗിക്കുന്ന സൈബർ ലോകത്തെക്കുറിച്ചാണ്. പ്രായഭേദമന്യേ കുഞ്ഞുങ്ങളും മുതിർന്നവരും യുവാക്കളും വൃദ്ധരും അത് ഉപയോഗിക്കുന്നു. ഈ ലോകത്തെ ദൈനംദിന ജീവിതത്തിന് സാമൂഹിക മാധ്യമങ്ങളും മറ്റും ആവശ്യമെങ്കിലും പലപ്പോഴും ജാഗ്രതയുള്ളവരായിട്ടല്ല നാം അത് ഉപയോഗിക്കുന്നത്. ചില ലിങ്കുകൾ വഴി, മെസ്സേജുകൾ വഴി, ഫേക്ക് കോളുകൾ വഴി, പണമിടപാടിന്റെ ചതിക്കുഴികൾ വഴി, ഡിജിറ്റൽ അറസ്റ്റുകൾ പോലുള്ള ആധുനിക തട്ടിപ്പുകൾ വഴി സൈബർ ലോകം നമ്മളെ ചതിക്കുഴികളിൽ പെടുത്തുന്നു. എത്ര അനുഭവങ്ങൾ ഉണ്ടായാലും നാം അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല എന്നതാണ് അതിലെ പ്രശ്നം. സാത്താന്റെ മധുരം തോന്നിപ്പിക്കുന്ന വാക്കിൽ മനുഷ്യൻ കുടുങ്ങി ദൈവത്തിന്റെ നിയമം തെറ്റിച്ചതുപോലെയാണ് നമുക്കും സംഭവിക്കുന്നത്. ഈ നോമ്പുകാലം നാം ജീവിക്കുന്ന ലോകത്തെക്കുറിച്ചും ചതിക്കുഴികളെക്കുറിച്ചും നമുക്ക് ബോധവാന്മാരാകാം. നമുക്ക് ജാഗ്രതയുള്ളവരായി ജീവിക്കാം. ദൈവവിചാരത്തോടെ സാമൂഹിക മാധ്യമങ്ങളും മറ്റ് സാങ്കേതിക വിദ്യകളും നമുക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ.